നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അഡോബ് ഫോട്ടോഷോപ്പിന്റെ ടൂൾസ് ആണ്. ഇതിന്റെ സ്ക്രീനിൽ ഈ ഇടതുവശത്ത് ഈ കാണുന്നതാണ് ഇതിന്റെ ടൂൾ ബോക്സ്. ഈ ടൂൾ ബോക്സിൽ പലതരം ടൂൾസ് ഉണ്ട്. റെക്ടാങ്കുലർ മാർക്കി ടൂൾ ഉണ്ട്, മൂവ് ടൂൾ ഉണ്ട്, മാഗ്നറ്റിക് ലാസോ ടൂൾ ഉണ്ട്, മാജിക് വാൻഡ് ടൂൾ ഉണ്ട്, ക്രോപ്പ് ടൂൾ ഉണ്ട്, സ്ലൈസ് ടൂൾ ഉണ്ട്. അങ്ങനെ വിവിധ തരം ടൂൾസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ടൂൾസ് നമുക്ക് ഇന്ന് നോക്കാം. അതിൽ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന മാർക്വി ടൂൾ ആണ്. മാർക്വി ടൂൾ മാർക്വി ടൂൾ is used to select rectangles and ellipses. ഈ മാർക്വി ടൂൾ വെച്ച് നമുക്ക് റെക്ടാങ്കിൾസോ അല്ലെങ്കിൽ എലിപ്സസ് ഒക്കെ സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നേരെ മൗസ് പോയിന്റർ മാർക്വി ടൂളിൽ കൊണ്ടുപോകുന്നു, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു സബ് മെനു വരും. ആ സബ് മെനുവിൽ ആദ്യം എഴുതിയിരിക്കുന്നത് റെക്ടാങ്കുലർ മാർക്വി ടൂൾ, രണ്ടാമത് എഴുതിയിരിക്കുന്നത് എലിപ്റ്റിക്കൽ മാർക്വി ടൂൾ. സാധാരണ നമ്മൾ ഇമേജസിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പം ഈ രണ്ട് ടൂൾസിൽ ഏതെങ്കിലും ഒരു ടൂൾസ് ആണ് സാധാരണ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്നുകിൽ നമ്മൾ റെക്ടാങ്കുലർ മാർക്വി ടൂൾ യൂസ് ചെയ്യും, അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ മാർക്വി ടൂൾ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ റെക്ടാങ്കുലർ മാർക്വി ടൂൾ എങ്ങനെ യൂസ് ചെയ്യണം നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പം ഈ അഡോബ് ഫോട്ടോഷോപ്പിനകത്ത് നമ്മൾ ഒരു ഇമേജ് ലോഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ആദ്യം ഒരു ഇമേജ് ലോഡ് ചെയ്യണം. ഇമേജ് ലോഡ് ചെയ്യാൻ ഇപ്പം നിങ്ങൾക്കറിയാം, ഫയൽ ക്ലിക്ക് ചെയ്തു, ഓപ്പൺ ക്ലിക്ക് ചെയ്തു. ഇത് നമ്മൾ ഒരു ഇമേജ് നമ്മൾ എടുക്കുവാണ്. ഞാനിപ്പോൾ ഈ എക്സാമ്പിളിൽ സ്വാൻസ് എന്ന് പറഞ്ഞ ഒരു ഇമേജ് സെലക്ട് ചെയ്യാം. അപ്പോൾ ആ ഇമേജ് ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ആയി. സ്വാൻസ് എന്ന് പറഞ്ഞ രണ്ട് അരയന്നങ്ങളുടെ പടമുള്ള ഇമേജ് ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ആയി. ഇനി നമുക്ക് ഈ മാർക്വി ടൂൾ യൂസ് ചെയ്യാം. അതിൽ ഈ ടൂൾ ബോക്സിൽ ഈ കാണുന്നതാണ് മാർക്വി ടൂൾ. ഇതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് മാർക്വി ടൂൾസ് ഉണ്ട്. റെക്ടാങ്കുലർ മാർക്വി ടൂളും ഉണ്ട്, എലിപ്റ്റിക്കൽ മാർക്വി ടൂളും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം റെക്ടാങ്കുലർ മാർക്വി ടൂൾ യൂസ് ചെയ്യാം. റെക്ടാങ്കിൾ മാർക്വി ടൂളിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് മൗസ് പോയിന്റർ നേരെ നമ്മൾ ഇമേജിലോട്ട് കൊണ്ടുവന്നു. ഇമേജിന് വെളിയിലായിരിക്കുമ്പോൾ ആരോയുടെ ഷേപ്പ് ആയിരിക്കുന്ന മൗസ് പോയിന്റർ ഇമേജിന്റെ അകത്ത് വരുമ്പം ഒരു പ്ലസിന്റെ ഷേപ്പ് ആവും. എന്നിട്ട് ഈ ഇമേജിൽ ഏത് ഭാഗമാണോ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് അത് ഡ്രാഗ് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഡോട്ടഡ് ആയിട്ടുള്ള റെക്ടാങ്കിൾ വന്നു. ഇതിനകത്തുള്ള ഏരിയയാണ് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഡോട്ടഡ് റെക്ടാങ്കിളിന് അകത്തുള്ള ഏരിയയാണ് ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി സെലക്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ സെലക്ട് കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു വരും, അതിനകത്ത് ഡീസെലക്ട് ചൂസ് ചെയ്യുക. വീണ്ടും നമുക്ക് വേറൊരു ഏരിയ സെലക്ട് ചെയ്യണമെങ്കിൽ ടൂൾ ബോക്സിൽ മൂവ് ചെയ്തു, റെക്ടാങ്കുലർ മാർക്വി ടൂൾ. ആ ബ്രാക്കറ്റിൽ എം എന്ന് കൊടുത്തിട്ടുണ്ട്. കീബോർഡിൽ ഷോർട്ട് കട്ടാണ് എം. കീബോർഡിൽ എം പ്രസ് ചെയ്താലും ആ ടൂൾ സെലക്റ്റഡ് ആവും. എന്നിട്ട് നേരെ നമ്മൾ ഇമേജിലോട്ട് കൊണ്ടുവന്നു. ഇപ്പോൾ ഈ രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ ഞാൻ ഇടതുവശത്ത് കാണുന്ന സ്വാനെ സെലക്ട് ചെയ്യണം ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഡ്രാഗ് ചെയ്തു. അപ്പോൾ ആ ഇടതുവശത്തെ സ്വാനിന്റെ ചുറ്റും മാത്രം ഒരു റെക്ടാങ്കുലർ ബോക്സ് വന്നു. അതിനർത്ഥം ഇപ്പോൾ ആ സ്വാനാണ് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി വീണ്ടും ഈ സെലക്ഷൻ ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്റ്റിൽ മൂവ് ചെയ്യുക, ഡീസെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കണ്ടത് റെക്ടാങ്കുലർ മാർക്വി ടൂൾ ആണ്. ഇതേപോലെ ഇതിനകത്ത് എലിപ്സ് ഫോമിൽ സെലക്ട് ചെയ്യാനുള്ള ഒരു മാർക്വി ടൂളും കൂടെ ഉണ്ട്. നേരെ ടൂൾ ബോക്സിൽ നമ്മൾ മൗസ് പോയിന്റർ മൂവ് ചെയ്യുന്നു, റെക്ടാങ്കുലർ മാർക്വി ടൂൾ എന്ന് ഇരിക്കുന്ന അവിടെ പോയി റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു സബ് മെനു വരും. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന റെക്ടാങ്കുലർ മാർക്വി ടൂൾ ആണ്. അതിന്റെ തൊട്ട് താഴെ എലിപ്റ്റിക്കൽ മാർക്വി ടൂൾ ഉണ്ട്. മൗസ് പോയിന്റർ മൂവ് ചെയ്ത് എലിപ്റ്റിക്കൽ മാർക്വി ടൂളിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ടൂൾ ബോക്സിനകത്ത് ആ ഷേപ്പിലും വ്യത്യാസം. ഇപ്പോൾ കണ്ട എലിപ്റ്റിക്കൽ മാർക്വി ടൂൾ ആണ്. പക്ഷെ നിങ്ങൾ ഓർക്കുക, റെക്ടാങ്കുലർ മാർക്വി ടൂൾ ആണെങ്കിലും എലിപ്റ്റിക്കൽ മാർക്വി ടൂൾ ആണെങ്കിലും ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്
എം എന്ന് പറഞ്ഞാൽ കീബോർഡിൽ ഷോർട്ട് കട്ട് സെയിം ആണ് എം. ഇനി നമ്മൾ എലിപ്റ്റിക്കൽ മാർക്കി ടൂൾ വെച്ച് രണ്ടാമത്തെ സ്വാനിനെ സെലക്ട് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. വീണ്ടും നമ്മൾ ഇമേജിലോട്ട് കൊണ്ടുവന്നു. ഇമേജിലോട്ട് കൊണ്ടുവരുന്നതിന് മുമ്പ് ആരോയുടെ മൗസ് പോയിന്ററിന്റെ ഷേപ്പ് ആരോ ആയിരുന്നു. ഇമേജിലോട്ട് കൊണ്ടുവരുമ്പോൾ അത് ആരോ മാറി പ്ലസ് ആവും. വീണ്ടും ഡ്രാഗ് ചെയ്യുക. ഇപ്പോൾ എലിപ്റ്റിക്കിന്റെ ഫോമായി. ഇതാണ് എലിപ്റ്റിക്കൽ ടൂൾ. വീണ്ടും നേരത്തെ പോലെ ഡീസെലക്ട് ചെയ്യണമെങ്കിൽ മൗസ് പോയിന്റ് മൂവ് ചെയ്തു, സെലക്ട് കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്തു, ഒരു ഡ്രോപ്പ് ഡൗൺ മെനു വന്നു, അതിനകത്ത് നമ്മൾ ഡീസെലക്ട് ചൂസ് ചെയ്യും. വീണ്ടും ഈ രണ്ട് അരയന്നങ്ങളെ ഒന്നിച്ച് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ എലിപ്റ്റിക് കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്തു, മൗസ് പോയിന്റർ ഇമേജിലോട്ട് കൊണ്ടുവന്നു, വീണ്ടും ഞാൻ ഡ്രാഗ് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഏരിയ എലിപ്സിന്റെ ഫോമിലാണ്. അപ്പോൾ ഈ സെലക്ഷൻ ടൂൾ മാർക്കി ടൂൾ വെച്ച് നമുക്ക് രണ്ട് രീതിയിൽ സെലക്ട് ചെയ്യാം. റെക്ടാങ്കുലർ മാർക്കി ടൂൾ വെച്ച് റെക്ടാങ്കിൾ ഫോമിൽ സെലക്ട് ചെയ്യാം. എലിപ്റ്റിക്കൽ മാർക്കി ടൂൾ വെച്ച് എലിപ്റ്റിക്കൽ ഫോമിൽ നമുക്ക് സെലക്ട് ചെയ്യാം. വീണ്ടും ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പഴയ പോലെ തന്നെ സെലക്റ്റിലോട്ട് കൊണ്ടുവരൂ, ക്ലിക്ക് ചെയ്യുന്നു, ഒരു ഡ്രോപ്പ് ഡൗൺ മെനു വരും, അതിൽ നമ്മൾ ഡീസെലക്ട് ചൂസ് ചെയ്യും. ഇനി ഇപ്പോൾ നമ്മൾ രണ്ട് രീതി സെലക്ട് ചെയ്യുന്ന കണ്ടു. റെക്ടാങ്കിൾ മാർക്കി ടൂൾ വെച്ച് റെക്ടാങ്കുലർ ഫോമിൽ സെലക്ട് ചെയ്യാം. എലിപ്റ്റിക്കൽ മാർക്കി ടൂൾ വെച്ച് എലിപ്റ്റിക്കൽ ഫോമിൽ സെലക്ട് ചെയ്യാം. ഇനി നമ്മൾ എന്തിനായി സെലക്ട് ചെയ്യുന്നത്? ഒരു ഇമേജിൽ ഒരു പോർഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റാനും ഒക്കെ പറ്റും. അതിനു വേണ്ടിയുള്ള ടൂളാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്, മൂവ് ടൂൾ. ഈ ടൂൾ ബോക്സിൽ മൂവ് ടൂൾ ഏതെന്ന് നോക്കിയാൽ നേരത്തെ നമ്മൾ നോക്കിയ റെക്ടാങ്കിൾ മാർക്കി ടൂളിനൊക്കെ വലതുവശത്ത് കിടക്കുന്ന മൂവ് ടൂൾ. വീണ്ടും അതിന്റെ ഒരു കീബോർഡ് ഷോർട്ട് കട്ട് ഉണ്ട്, വി. കീബോർഡ് ഷോർട്ട് കട്ട് വി. ഇതാണ് മൂവ് ടൂൾ. അപ്പൊ ഇവിടെ നമുക്ക് മൂവ് ടൂൾ യൂസ് ചെയ്യണമെങ്കിൽ ഒരു പടം സ്ക്രീനിൽ ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മൾ പഴയ പടം തന്നെ നമ്മുടെ സ്ക്രീനിലുണ്ട്. എന്നിട്ട് അതിൽ ഒരു ഏരിയ നമുക്ക് മൂവ് ചെയ്യണം. ആ പടത്തിൽ നിന്ന് അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റണം, എന്നെ മൂവിങ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെയും ആ കട്ട് ചെയ്ത് മാറ്റണം എന്നുണ്ടെങ്കിൽ ആദ്യം ഏത് ഏരിയ ആണോ കട്ട് ചെയ്ത് മാറ്റേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യാൻ വേണ്ടി നേരത്തെ നമ്മൾ യൂസ് ചെയ്ത ഒന്നുകിൽ റെക്ടാങ്കുലർ മാർക്കി ടൂൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ മാർക്കി ടൂൾ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ മൂവ് ചെയ്യാൻ വേണ്ടി റെക്ടാങ്കിൾ മാർക്കി ടൂൾ യൂസ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ടൂൾ ബോക്സിൽ എലിപ്റ്റിക്കൽ മാർക്കി ടൂൾ ആണ് നടക്കുന്നത്. അപ്പോൾ അത് മാറ്റി റെക്ടാങ്കിൾ ആക്കാൻ വേണ്ടി അവിടെ കൊണ്ടുവരുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, സബ് മെനു വരുന്നു, അതിലെ റെക്ടാങ്കിൾ മാർക്കി ടൂളിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നേരത്തെയുള്ള എലിപ്സിന്റെ ഫോം മാറി റെക്ടാങ്കിൾ ആയി. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആക്റ്റീവായി കിടക്കുന്നത് റെക്ടാങ്കിൾ മാർക്കി ടൂൾ ആണ്. വീണ്ടും ഞാൻ മൗസ് പോയിന്റർ ഇമേജിലോട്ട് കൊണ്ടുവരുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ വീണ്ടും ആ ഇടതുവശത്തെ സ്വാനിനെ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഞാൻ ഇടതുവശത്തെ സ്വാനിനെ സെലക്ട് ചെയ്തു. അപ്പോൾ ആ ഇടതുവശത്തെ സ്വാനിന്റെ ചുറ്റും ഒരു റെക്ടാങ്കുലർ ബോക്സ് വന്നു. ഈ ഷേപ്പില് ഇതിലിപ്പോ റെക്ടാങ്കുലർ അല്ല, ചെറിയ സ്ക്വയർ ആണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് മൂവ് ടു. അപ്പൊ ഇപ്പൊ നമ്മള് ഈ ഇമേജിൽ ഒരു പോർഷൻ നമുക്ക് മൂവ് ഓപ്പറേഷൻ ആണ് അടുത്ത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന. ഏത് പോർഷൻ ആണോ മൂവ് ഓപ്പറേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ പോർഷൻ നമ്മളിപ്പോ സെലക്ട് ചെയ്തു. ഇനി മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൂവ് ടൂൾ യൂസ് ചെയ്യണം. വീണ്ടും മൗസ് പോയിന്റർ മൂവ് ചെയ്യുന്നു, ടൂൾ ബോക്സിലോട്ട് മൂവ് ചെയ്യുന്നു, മൂവ് ടൂളിൽ കൊണ്ടുവന്ന് വെക്കുന്നു. മൂവ് ടൂൾ, ആ ടൂളിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇമേജിലോട്ട് കൊണ്ടുവരുന്നു. ഇങ്ങനെ ഇമേജിലോട്ട് കൊണ്ടുവരുമ്പം മൗസ് പോയിന്ററിന്റെ ആരോ അതിന്റെ ആരോ സാധാരണ ആരോ ഷേപ്പിൽ നിന്ന് മാറിയിട്ട് മൂവ് ടൂളിന്റെ ഷേപ്പിലായിട്ട് മാറും. മൂവ് ടൂളിന്റെ ഷേപ്പായിട്ട് മാറും. എന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്ത ഏരിയയിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുന്നു. വീണ്ടും ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ ഇങ്ങനെ വരും. വീണ്ടും അവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മൂവ്. അങ്ങനെ ഈ പടത്തിൽ ഏത് പോർഷനിൽ വേണമെങ്കിലും നമുക്കത് കൊണ്ടുവന്ന് വെക്കാം. ഇപ്പൊ ഞാൻ ഇത് അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റി നേരത്തെ ഉണ്ടായിരുന്ന രണ്ടാമത്തെ സ്വാനിന്റെ പുറത്ത് കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് ഡീസെലക്ട് ചെയ്യണമെങ്കിൽ വീണ്ടും പഴയ പോലെ സെലക്ട് കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ഡീസെലക്ട് ചെയ്തു. ഇപ്പോൾ നേരത്തെ രണ്ട് സ്വാനും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇടതുവശത്തെ സ്വാനിനെ കട്ട് ചെയ്ത് വലതുവശത്തെ
സ്വാൻ്റെ പൊസിഷനിൽ കൊണ്ടുവന്ന് വെച്ചു. ഇതാണ് മൂവ്. വീണ്ടും ഒന്നും കൂടെ കാണിക്കാനാണെങ്കിൽ വീണ്ടും ഇപ്പൊ നമ്മൾ ഓൾറെഡി മൂവ് ടൂൾ ആക്ടിവേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ കൊണ്ടുവരുന്നു. ഇനി ഏത് ഏരിയ ആണോ മൂവ് ചെയ്യേണ്ട ആ ഏരിയ സെലക്ട് ചെയ്യണം. വീണ്ടും റെക്ടാങ്കിൾ മാർക്ക് ടൂളിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്തു. നേരത്തെ സെലക്ട് ചെയ്ത ആ സ്വാൻ്റെ ഏരിയ തന്നെ ഞാൻ വീണ്ടും സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ആ റെക്ടാങ്കിൾ ഏരിയ സെലക്റ്റഡ് ആയി. ഇനി വീണ്ടും മൂവ് ചെയ്യണമെങ്കിൽ മൗസ് പോയിന്റർ മൂവ് ചെയ്ത് മൂവ് ടൂളിൽ ക്ലിക്ക് ചെയ്തു. വീണ്ടും ഇമേജിൽ ഏത് പോർഷൻ ആണോ മാറ്റേണ്ടത് അവിടെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഡ്രാഗ് ചെയ്യുകയാണ്. വീണ്ടും ആ സെലക്ഷൻ മാറ്റുന്നുണ്ടെങ്കിൽ സെലക്ട് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഡീസെലക്ട്. ഇങ്ങനെ നമുക്ക് ഇമേജ് ഒരു ഭാഗത്ത് നിന്ന് വേറെ ഭാഗത്തേക്ക് അതിന്റെ പോർഷൻസ് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. വീണ്ടും ഈ ഇമേജ് ഞാൻ ഇപ്പൊ സേവ് ചെയ്യുന്നില്ല. ഫയൽ ക്ലോസ് കൊടുക്കുന്നു. അപ്പോൾ അത് സേവ് ചെയ്യണമെന്ന് ചോദിക്കുന്നു. ഞാൻ ഈ കേസിൽ നോ ക്ലിക്ക് ചെയ്യാണ്. വീണ്ടും ഒരു പുതിയ ഇമേജ് ലോഡ് ചെയ്യാണ്. ഫയൽ ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നു. അതിനകത്ത് ഞാൻ പുതിയ ഡോൾഫിന്റെ ഒരു പദം വെക്കുകയാണ്. ഡോൾഫിൻ. ഇതില് വലതുവശത്തെ ഡോൾഫിന്റെ പടം മാത്രം ഞാൻ മൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. വീണ്ടും അപ്പൊ ആദ്യം സെലക്ട് ചെയ്യണം. ഇനി നമുക്ക് കാര്യം ചെയ്യാം. എലിപ്റ്റിക്കൽ മാർക്ക് ടൂൾ യൂസ് ചെയ്ത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ റെക്ടാങ്കുലർ മാർക്ക് ടൂൾ ആണ് കിടക്കുന്നത്. അത് മാറി എലിപ്റ്റിക്കൽ മാർക്ക് ടൂൾ ആക്കണമെങ്കിൽ വീണ്ടും നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തു. സബ് മെനു വന്നു. ഇപ്പോൾ റെക്ടാങ്കിൾ മാർക്ക് ടൂൾ ആണ് കിടക്കുന്നത്. അത് മാറ്റി എലിപ്റ്റിക്കൽ മാർക്ക് ടൂളായി. എന്നിട്ട് ഇവിടെ നമ്മൾ ഏത് ഏരിയ ആണോ സെലക്ട് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തു. ഇത്രയും പോർഷൻ ഞാൻ ഇപ്പോൾ പടത്തിൽ സെലക്ട് ചെയ്തു. ഇനി ഇതാണ് നമുക്ക് മൂവ് ചെയ്യേണ്ടതെങ്കിൽ വീണ്ടും മൗസ് പോയിന്റർ ടൂൾ ബോക്സിലോട്ട് കൊണ്ടുവന്നു. മൂവ് ടൂളിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്തു. നേരത്തെ സെലക്ട് ചെയ്ത ഏരിയക്കകത്തോട്ട് മൂവ് ചെയ്തു. എന്നിട്ട് അവിടെ ഡ്രാഗ് ചെയ്യുന്നു. അവിടെ നമ്മൾ ഡ്രാഗ് ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു പടത്തിന്റെ ഒരു പോർഷനെ വേറെ സ്ഥലത്തോട്ട് നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. വീണ്ടും ഈ സെലക്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ക്ലിക്ക് ചെയ്തു. ഡ്രോപ്പ് ഡൗൺ മെനു വന്നു. അതിൽ നമ്മൾ ഡീസെലക്ട് ചൂസ് ചെയ്തു. അപ്പോൾ മൂവ് ടൂൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരു ഇമേജിൽ ഏത് പോർഷൻ ആണോ മൂവ് ചെയ്യേണ്ടത് ആ മൂവ് ചെയ്യേണ്ട പോർഷൻ നമുക്ക് സെലക്ട് ചെയ്യേണ്ടി വരും. അത് സെലക്ട് ചെയ്യാൻ വേണ്ടി ഒന്നുകിൽ റെക്ടാങ്കുലർ മാർക്ക് ടൂൾ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ മാർക്ക് ടൂൾ യൂസ് ചെയ്യാം. റെക്ടാങ്കിൾ മാർക്ക് ടൂൾ യൂസ് ചെയ്താൽ റെക്ടാങ്കിൾ ഫോമിൽ സെലക്ട് ചെയ്യാൻ പറ്റും. എലിപ്റ്റിക്കൽ മാർക്ക് ടൂൾ യൂസ് ചെയ്താൽ എലിപ്റ്റിക്കൽ ഫോമിലൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് മൂവ് ടൂളിൽ ക്ലിക്ക് ചെയ്ത് അത് നമുക്ക് ആ പോർഷൻ മാറും. ഈ പടവും നമ്മൾ ക്യാൻസൽ ചെയ്യാൻ പോവുകയാണ്. ഫയൽ ക്ലിക്ക് ചെയ്തു. ക്ലോസ് ക്ലിക്ക് ചെയ്തു. സേവ് ചെയ്യണമെന്ന് ചോദിച്ചു. നമ്മൾ നോ എന്ന് കൊടുത്തു. പുതിയ വേറെ പടം നമ്മൾ ലോഡ് ചെയ്യാണ്. ഫയൽ ക്ലിക്ക് ചെയ്തു. ഓപ്പൺ ക്ലിക്ക് ചെയ്തു. ടൈഗറിന്റെ പടം നമ്മൾ ലോഡ് ചെയ്തു. പുതിയ വേറെ പടം നമ്മൾ ലോഡ് ചെയ്തു. ഇനി നമ്മൾ വേറെ ടൂൾ നോക്കാൻ പോവാണ്. ലാസോ ടൂൾ. ഇപ്പൊ നമ്മൾ റെക്ടാങ്കിൾ ടൂൾ യൂസ് ചെയ്തു, എലിപ്റ്റിക്കൽ ടൂൾ യൂസ് ചെയ്തു, മാർക്ക് ടൂൾ. ഈ രണ്ട് ടൂളിന്റെയും പ്രത്യേകത ഒരു റെഗുലർ ഷേപ്പ് ആയിരുന്നു. റെക്ടാങ്കിൾ ടൂൾ യൂസ് ചെയ്തപ്പോൾ റെക്ടാങ്കിൾ ഷേപ്പ് കിട്ടി. എലിപ്റ്റിക്കൽ ടൂൾ യൂസ് ചെയ്തപ്പോൾ എലിപ്റ്റിക്കൽ ഷേപ്പിൽ കിട്ടി. ഇനി നമ്മൾ ലാസോ ടൂൾ യൂസ് ചെയ്യാൻ പോവാം. ഈ ലാസോ ടൂളിന്റെ പ്രത്യേകത, ലാസോ ടൂൾ ഈസ് യൂസ് ടു സെലക്ട് ഇറഗുലർ ഷേപ്പ്, ഇറഗുലർ ആയിട്ടുള്ള ഷേപ്പ്. അപ്പോൾ നമ്മൾ നേരെ ലാസോ ടൂളിലോട്ട് മൂവ് ചെയ്യാണ്. ഇതാണ് ലാസോ ടൂൾ. ഇതിൽ ഏറ്റവും ആദ്യം കാണുന്നത്, വീണ്ടും ആ ടൂൾ കൊണ്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഞാൻ സബ് മെനു വരും. ആദ്യം കാണുന്ന ലാസോ ടൂള്, രണ്ടാമത്തെ പോളിഗണൽ ലാസോ ടൂള്, മൂന്നാമത്തത് മാഗ്നറ്റിക് ലാസോ ടൂൾ. ഇവിടെ നമുക്ക് ആദ്യം ലാസോ ടൂൾ നോക്കാം. നേരെ ലാസോ ടൂളിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ അതിന്റെ ഐക്കോൺ ഇങ്ങനെയായിട്ട് മാറി. ഇതാണ് ലാസോ ടൂൾ. കീബോർഡ് ഷോർട്ട് കട്ട് എൽ. ലാസോ ടൂളിന്റെ കീബോർഡ് ഷോർട്ട് കട്ട് എൽ ആണ്. ഇമേജ് നമ്മൾ ലോഡ് ചെയ്തു. ലാസോ ടൂൾ നമ്മൾ സെലക്ട് ചെയ്തു. ഇനി നമ്മൾ മൗസ് പോയിന്റർ നേരെ ഇമേജിലോട്ട് കൊണ്ടുവന്നു. ഇമേജിലോട്ട് കൊണ്ടുവരുന്നതിന് മുമ്പ് അതിന്റെ പഴയ ഷേപ്പായ ആരോയുടെ ഷേപ്പ് ആയിരിക്കും. പക്ഷെ ഇമേജിലോട്ട് കൊണ്ടുവന്ന് കഴിയുമ്പം ലാസോ ടൂളിന്റെ ഷേപ്പ് ആവും. എന്നിട്ട് ഇവിടെ നമുക്ക് ഏരിയ നമുക്ക് ഇറഗുലർ ആയിട്ട് സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ ഇപ്പൊ ഈ ടൈഗറിനെ സെലക്ട് ചെയ്യാണ്. ഇറഗുലർ ഫോമിൽ ഞാൻ സെലക്ട് ചെയ്യാണ്.
ഇറഗുലർ ഫോമിൽ സെലക്ട് ചെയ്യും. ഇറഗുലർ ഫോമിൽ സെറ്റ് ചെയ്യുമ്പോൾ ഒരു ഡോട്ടഡ് പാറ്റേൺ വരും. ആ ക്ലോസ്ഡ് ഏരിയയ്ക്ക് അകത്തുള്ള ഫുൾ പോർഷൻസ് നമ്മളിപ്പോൾ എന്തോന്നാക്കി സെലക്ട് ആക്കി. ഇതിനാണ് ലാസോ ടൂൾ യൂസ് ചെയ്യുന്നത്. വീണ്ടും ക്യാൻസൽ ചെയ്യാൻ വേണ്ടി സെലക്ട് ക്ലിക്ക് ചെയ്യുന്നു ആൻഡ് ഡീസെലക്ട് ക്ലിക്ക് ചെയ്യുന്നു. ഒന്നും കൂടെ നമുക്ക് നോക്കാം. ഈ ഇമേജിൽ ലാസോ ടൂൾ ക്ലിക്ക് ചെയ്തു. ഇപ്പൊ നമ്മൾ നോക്കുന്ന വെറും ലാസോ ടൂളാണ്. ലാസോ ടൂൾ ക്ലിക്ക് ചെയ്തു, മൗസ് പോയിന്റർ ഇമേജിലോട്ട് മൂവ് ചെയ്തു. അപ്പോൾ മൗസ് പോയിന്റർ ഷേപ്പ് ലാസോ ടൂളിന്റെ ഷേപ്പായിട്ട് മാറി. എന്നിട്ട് ഇമേജിൽ ഏത് ഏരിയ ആണോ സെലക്ട് ചെയ്യുന്നത് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. മൗസ് നമ്മൾ ഡ്രാഗ് ചെയ്യുന്നു. ഇപ്പൊ ഞാൻ ടൈഗറിന്റെ ഫേസ് മാത്രം സെലക്ട് ചെയ്യാണ്, ടൈഗറിന്റെ ഫേസ് മാത്രം. അപ്പോൾ അവിടെ ഒരു ഡോട്ട് ഇത് വരും. ഇതിന് നമുക്ക് ഇറഗുലർ ഷേപ്പ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. വീണ്ടും ഡീസെലക്ട് ചെയ്യാൻ വേണ്ടി സെലക്ട് ക്ലിക്ക് ചെയ്യുക, ഡ്രോപ്പ് ഡൗൺ മെനു വരും, അതില് ഡീസെലക്ട് ചൂസ് ചെയ്യുക. ഇതാണ് സാധാരണ ലാസോ ടൂൾ. ഇനി അടുത്തത് പോളിഗണൽ ലാസോ ടൂൾ. ഇറഗുലർ ഷേപ്പ് പ്യൂറായിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ലാസോ ടൂൾ യൂസ് ചെയ്യും. ഇനി ആ ഇറഗുലർ ഷേപ്പ് തന്നെ പോളിഗൺ ഷേപ്പും കൂടെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോളിഗണൽ ലാസോ ടൂൾ യൂസ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഈ ടൂളിനകത്ത് കിടക്കുന്നത് ഇപ്പോൾ ആക്ടിവേറ്റഡ് ലാസോ ടൂളാണ്. വീണ്ടും പോളിഗണൽ ആക്കാൻ വേണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സബ് മെനു വരും, അതിൽ രണ്ടാമത്തെ എടുക്കുക, പോളിഗണൽ ലാസോ ടൂൾ. അപ്പോൾ ഐക്കോണിൽ ആ നേരത്തെ ഉള്ള ഷേപ്പ് മാറും. ഇനി നമ്മൾ നേരെ മൗസ് പോയിന്റർ കൊണ്ടുവന്നു. ഇവിടെയും മൗസ് പോയിന്റർ ഇമേജിലോട്ട് വരുന്നതിന് മുമ്പ് അതിന്റെ ഡീഫോൾട്ട് ഷേപ്പായ ആരോ ഷേപ്പ് ആയിരിക്കും. പക്ഷെ മൗസ് പോയിന്റർ ഇമേജിൽ വന്നു കഴിയുമ്പം അത് പോളിഗണൽ ലാസോ ടൂളിന്റെ ഷേപ്പായിട്ട് വരും. ഇനി നമ്മൾ ഇത് നേരെ ഈ പോയിന്റർ ഇമേജിലോട്ട് കൊണ്ടുവരുമ്പോഴാണ് ഇത് പോളിഗണൽ ലാസോ ടൂളിന്റെ ഷേപ്പ് ആവുന്നത്. എന്നിട്ട് നമ്മൾ ഇത് വെച്ച് നമ്മൾ ഡ്രാഗ് ചെയ്യാൻ പോവുകയാണ്. ഓരോ പോയിന്റിലും കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യും. ആ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ വെർട്ടെക്സ് ആയിട്ട് വരും. അവസാനത്തെ ഏരിയ കൊണ്ടുവന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പം തികച്ചൊരു ഇറഗുലർ ഷേപ്പ് അല്ല, ഇറഗുലർ ഷേപ്പിനകത്ത് ഏതാണ്ട് ഒരു പോളിഗന്റെ ഷേപ്പായിട്ട് വന്നു. വീണ്ടും ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ക്ലിക്ക് ചെയ്തു, ഡ്രോപ്പ് ഡൗൺ മെനു വരും, അതിൽ നമ്മൾ ഡീസെലക്ട് ക്ലിക്ക് ചെയ്തു. ഒന്നുകൂടെ നമുക്ക് നോക്കാം. പോളിഗണൽ ലാസോ ടൂളിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്തു, നേരെ ഇമേജിലോട്ട് മൂവ് ചെയ്തു. ഇമേജിലോട്ട് മൂവ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു, മൗസ് ഡ്രാഗ് ചെയ്തു, അടുത്ത പോയിന്റ് ക്ലിക്ക് 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 ചെയ്തു. ഓരോ പോയിന്റിൽ എവിടെയൊക്കെയാണോ ആ പോളിഗന്റെ വെർട്ടെക്സ് വരേണ്ടത് അവിടെയൊക്കെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക. വെർട്ടെക്സ് ലാസ്റ്റ് പോയിന്റ് കൊണ്ടുവന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത്ര ഏരിയ അവിടെ സെലക്ട് ആവും. ഒന്നും കൂടെ കാണിച്ചുതരാം. 1 2 3 4 5 6 7 8. അപ്പോൾ ആ ഏരിയ ഒന്നും കൂടെ സെലക്ട് ആവും. വീണ്ടും നമുക്ക് ഇപ്പൊ ഇത്ര ഏരിയ സെലക്ട് ചെയ്തു. വീണ്ടും നമുക്ക് നേരത്തെ പറഞ്ഞിട്ട് ഇനി നമുക്ക് മൂവ് ടൂൾ യൂസ് ചെയ്യുന്ന മൂവ് ചെയ്യാം. നേരെ മൗസ് പോയിന്റർ മൂവ് ചെയ്യുന്നു, മൂവ് ടൂളിൽ ക്ലിക്ക് ചെയ്യുന്നു, ആ ഇമേജ് സെലക്ട് ചെയ്ത ഏരിയ കൊണ്ടുവരുന്നു, അത് മാത്രം കട്ട് ചെയ്ത് മാറ്റും. കണ്ടോ, ആ പോർഷൻ മാത്രം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പോൾ ഈ പോളിഗണൽ ഷേപ്പിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ പോളിഗണൽ ലാസോ ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. നേരത്തെ ഓർഡിനറി ലാസോ ടൂൾ യൂസ് ചെയ്യുമ്പോൾ പ്യൂർ ഇറഗുലർ ഷേപ്പ് ആയിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ പോളിഗണൽ ലാസോ ടൂൾ യൂസ് ചെയ്യുമ്പോൾ അവിടെ പോളിഗണൽ ഫോമിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. വീണ്ടും ഈ സെലക്ഷൻ ക്യാൻസൽ ചെയ്യണമെങ്കിൽ സെലക്ട് ക്ലിക്ക് ചെയ്യുക, ഡ്രോപ്പ് ഡൗൺ മെനു വരും, അതിൽ നമ്മൾ ഡീസെലക്ട് ചൂസ് ചെയ്യുക. അപ്പോൾ എന്റെ സെലക്ഷൻ പോകും. ഇനി ഇതിൽ മൂന്നാമത്തെ ടൂൾ ഉണ്ട്, മാഗ്നറ്റിക് ലാസോ ടൂൾ. വീണ്ടും ഈ ഇമേജ് നമുക്ക് മാറ്റാം. ഫയൽ ക്ലിക്ക് ചെയ്തു, ക്ലോസ് ക്ലിക്ക് ചെയ്തു, സേവ് ചെയ്യണമെന്ന് ചോദിച്ചു, നോ ക്ലിക്ക് ചെയ്തു. വീണ്ടും ഒരു പുതിയ ഇമേജ് ലോഡ് ചെയ്യാൻ പോവാണ്. ഫയൽ ക്ലിക്ക് ചെയ്തു, ഓപ്പൺ ക്ലിക്ക് ചെയ്തു, അതിനകത്ത് സിബ്ര ഒരു പുതിയ ഇമേജ് നമ്മൾ ലോഡ് ചെയ്തു. ഇനി ലാസോ ടൂളിലെ മൂന്നാമത്തെ ടൈപ്പ് മാഗ്നറ്റിക് ലാസോ ടൂൾ. നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ സബ് മെനു വരും,
ഇതില് ആദ്യം കാണുന്ന ലാസോ ടൂൾ അത് നമ്മൾ നോക്കി. ലാസോ ടൂൾ വെച്ച് പ്യുവർ ഇറഗുലർ ഷേപ്പ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റി. രണ്ടാമത്തെ ടൂളായ പോളിഗണൽ ലാസോ ടൂൾ വെച്ച് ഇറഗുലർ ഷേപ്പ് ആണ്, പക്ഷെ ബേസിക്കലി പോളിഗൺ ഫോം. ഇനി മൂന്നാമത്തത് മാഗ്നറ്റിക് ലാസോ ടൂൾ. Magnetic lasso tool is a very handy tool for selecting areas which have reasonably well-defined edges. എന്ന് വെച്ചാൽ നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും മാഗ്നറ്റിക് ലാസോ ടൂൾ. വീണ്ടും ആ ഇമേജിന് വെളിയിലായിരിക്കുമ്പോൾ മൗസ് പോയിന്ററിന്റെ സാധാരണ ഷേപ്പായ ആരോ ആയിരിക്കും, പക്ഷെ നമ്മൾ ഇമേജിലോട്ട് മൂവ് ചെയ്ത് കഴിയുമ്പോൾ അത് മാഗ്നറ്റിക് ലാസോ ടൂളിന്റെ ഷേപ്പ് ആവും. വീണ്ടും ഇമേജ് കൊണ്ടുവരുന്നു. ഇനി ഇവിടെ നമ്മൾ ചൂസ് ചെയ്യാണ്. ജസ്റ്റ് അങ്ങ് ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്യുമ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഫാസ്റ്റനിങ് പോയിന്റ്സ് ആയിട്ട് വരും. മൗസ് പോയിന്റർ ലെഫ്റ്റ് മൗസ് പോയിന്റർ പ്രസ് ചെയ്ത് വെച്ചുകൊണ്ട് വേണം ഇത് നമ്മൾ ചെയ്യേണ്ടത്. സീബ്രയുടെ ഔട്ട്ലൈൻ മാത്രമായിട്ട് നമ്മളിപ്പം സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ ഏരിയ മാത്രമായിട്ട് സെലക്ട് ചെയ്യും. ഇതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ലാസോ ടൂൾ യൂസ് ചെയ്യുന്നത്. വീണ്ടും അൺസെലക്ട് ചെയ്യാൻ വേണ്ടി സെലക്ട് ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് ഡീസെലക്ട് ചെയ്താൽ അതങ്ങ് പോകും. ഒന്നും കൂടെ നമുക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പില് മൗസ് പോയിന്റർ മൂവ് ചെയ്തു, മാഗ്നറ്റിക് ലാസോ ടൂളിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്തു, എന്നിട്ട് മൗസ് പോയിന്റർ നേരെ ഇമേജിലോട്ട് മൂവ് ചെയ്തു. അങ്ങനെ മൗസ് പോയിന്റർ ഇമേജിലോട്ട് മൂവ് ചെയ്യുമ്പം മൗസ് പോയിന്ററിന്റെ ഒറിജിനൽ ഷേപ്പായ ആരോ എന്ന് മാറി മാഗ്നറ്റിക് ലാസോ ടൂളിന്റെ ഷേപ്പ് ആവും. നേരെ നമ്മൾ ഇമേജിലോട്ട് വന്നു, എന്നിട്ട് ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് വെച്ചുകൊണ്ട് ക്ലിക്ക് ചെയ്ത് പിടിച്ചോണ്ട് തന്നെ ഡ്രാഗ് ചെയ്യുന്നു. ജസ്റ്റ് ഡ്രാഗ് ചെയ്യുമ്പം അവിടെ ആ ഓരോ എഡ്ജിലും ഓട്ടോമാറ്റിക് ആയിട്ട് ഫാസനിങ് ചെയ്യണം എന്ന് പറയും. ഉണ്ടോ? ഇമേജ് നോക്കുമ്പോൾ മനസ്സിലാവും ഫാസനിങ് ചെയ്ത് വരുവാണ്. ഒരു മാഗ്നറ്റ് അയൺ പാർട്ടിക്കിൾസിനെ അട്രാക്ട് ചെയ്യുന്നത് പോലെ ഇത് ഫാസനിങ് ചെയ്ത് വരുവാണ്. ആ സീബ്രയുടെ നമ്മൾ ഔട്ട്ലൈൻ കംപ്ലീറ്റ് ഇങ്ങനെ സെലക്ട് ചെയ്യുവാണ്. ഇത്ര ഏരിയ നമ്മൾ സെലക്ട് ചെയ്തു. വീണ്ടും ഇതിന് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ മൂവ് ടൂൾ യൂസ് ചെയ്തു. ഞാൻ നേരെ മൂവ് ചെയ്യുന്നു, മൂവ് ടൂൾ ക്ലിക്ക് ചെയ്യുന്നു, ഇമേജ് കൊണ്ടുവന്നു, ആ ഏരിയ മാത്രം കട്ട് ചെയ്തു. ഇങ്ങനെ നമുക്ക് മാനിപ്പുലേഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് മാഗ്നറ്റിക് ലാസോ ടൂൾ യൂസ് ചെയ്യാം. അടുത്ത ടൂള് മാജിക് വാൻഡ് ടൂളാണ്. വീണ്ടും നമുക്ക് ഈ ഇമേജ് നമുക്ക് ഡിസ്കാർഡ് ചെയ്യാം. ഫയൽ ക്ലിക്ക് ചെയ്തു, ക്ലോസ് ക്ലിക്ക് ചെയ്തു, സേവ് ചെയ്യണമെന്ന് ചോദിച്ചു, നോ. അപ്പൊ ഞാൻ സ്പീഡ് ചെയ്യുമ്പോഴാണ് ഒരേ മാറി ചെയ്യുമ്പോഴാണ് ഡിസ്കാർഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സേവ് ചെയ്യണമെങ്കിൽ വേറൊരു പേര് സേവ് ചെയ്യുകയും ചെയ്യാം. നമ്മളിനി അടുത്തത് പുതിയ ഇമേജ് ലോഡ് ചെയ്യുന്നു. ഫയൽ ക്ലിക്ക് ചെയ്യുന്നു, ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് വേറൊരു ഇമേജ് എടുക്കാം. രണ്ട് ടൈഗേഴ്സിന്റെ ഇമേജ്. ഇനി നമുക്ക് മാജിക് വാൻഡ് ടൂൾ. Magic wand tool is used to select areas of an image based on similar shades of color. ഈ കളർ ബേസ് ചെയ്തുള്ള സെലക്ഷൻ, ഈ കളർ ബേസ് ചെയ്തുള്ള സെലക്ഷൻ ആണ് നമ്മളിവിടെ മാജിക് വാൻഡ് ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. കളർ ബേസ് ചെയ്തുള്ള സെലക്ഷൻ. അപ്പോൾ നമ്മൾ ആദ്യം ഇമേജ് ലോഡ് ചെയ്തു, ടൂൾ ബോക്സിലോട്ട് നമ്മൾ മൂവ് ചെയ്യുന്നു, എന്നിട്ട് മാജിക് വാൻഡ്. ഇതാണ് മാജിക് വാൻഡ്. അതിന്റെ കീബോർഡ് ഷോർട്ട് കട്ടാണ് W. നേരെ അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ മാജിക് വാൻഡ് ടൂൾ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇമേജിൽ ഏതെങ്കിലും ഒരു കളർ വരുന്ന ഏതെങ്കിലും ഒരു സ്പോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ ഈ ഏരിയ ക്ലിക്ക് ചെയ്തു. അപ്പം ഇതിനകത്ത് then all the areas of the image which are having the same color will be selected.
ഇപ്പോൾ നമ്മൾ ആന്റി ഏരിയാസ് എന്നുള്ള ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഇതേ കളർ ഇപ്പൊ നമ്മൾ ബ്രൗൺ ഏരിയയിലാണ് സെലക്ട് ചെയ്തത്. ഈ പടത്തിൽ എവിടെയൊക്കെ ബ്രൗൺ ഏരിയ ഉണ്ടോ അത് സെലക്ട് ചെയ്തു. ഇനി ഇത് കണ്ടിന്യൂസ് ആയിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ മുകളിൽ ടൂൾ ബാറിൽ ഒരു കണ്ടിന്യൂസ് എന്നുള്ള ബോക്സ് ഉണ്ട്, അതിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം കണ്ടിന്യൂസ് ഇവിടെ ഇപ്പം രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമില്ല. അപ്പം കണ്ടിന്യൂസ് ഏരിയ മാത്രം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൂവ് ക്ലിക്ക് ചെയ്തു. മൂവ് ക്ലിക്ക് ചെയ്ത് ഇത് നമുക്ക് നേരെ നമ്മൾ ലോക്ക് ചെയ്തിരിക്കുകയാണ്. മൂവ് ക്ലിക്ക് ചെയ്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതേ കളറുള്ള ഏരിയ മാത്രം നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പം കളർ ബേസ് ചെയ്ത് സെലക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏത് യൂസ് ചെയ്യാം? ഈ മാജിക് വാൻഡ് ടൂൾ നമുക്ക് യൂസ് ചെയ്യാം. വീണ്ടും ഒന്നും കൂടെ ഈ പടം ഡിസ്കാർഡ് ചെയ്യുവാണെങ്കിൽ ഫയൽ ക്ലിക്ക് ചെയ്തു, ക്ലോസ് ക്ലിക്ക് ചെയ്തു, നോ ക്ലിക്ക് ചെയ്തു, വീണ്ടും വേറെ ഫയൽ ലോഡ് ചെയ്യാൻ വേണ്ടി ഫയൽ ക്ലിക്ക് ചെയ്തു, ഓപ്പൺ ക്ലിക്ക് ചെയ്തു, ഒരു ഇമേജ് നമ്മൾ എടുത്തു ഇതിനകത്ത്. എന്നിട്ട് നമ്മൾ മാജിക് വാൻഡ് ടൂൾ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ ഞാൻ ഇപ്പം ഈ ഏരിയയെ കൊണ്ടുവന്നു, ഇപ്പൊ എന്റെ ഈ കളറിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ എല്ലാ പെൻഗ്വിനിലും ഏത് കളറാണോ നമ്മൾ ചൂസ് ചെയ്തത് അവിടെ അത് സെലക്ട് ആയി. അപ്പൊ കളർ ബേസ് ചെയ്തുള്ള സെലക്ഷൻ. ഇനി വീണ്ടും ഞാൻ ക്യാൻസൽ ചെയ്യാണ്, സെലക്ട് ക്ലിക്ക് ചെയ്തു, ഡീസെലക്ട് യൂസ് ചെയ്തു. ഇനി ഞാൻ ബ്ലാക്ക് ഏരിയ ചൂസ് ചെയ്യാൻ പോവുകയാണ്. വീണ്ടും മാജിക് വാൻഡിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്തു, ബ്ലാക്ക് ഏരിയ. അപ്പോൾ ഇതിനകത്ത് ബ്ലാക്ക് വരുന്ന ഏരിയ മാത്രം നമുക്ക് സെലക്ട് ചെയ്യാം. ഒന്നും കൂടെ കാണിച്ചു തരാം. സെലക്ട് ക്ലിക്ക് ചെയ്തു, ഡീസെലക്ട് ചൂസ് ചെയ്തു, മാജിക് വാൻഡ് ക്ലിക്ക് ചെയ്തു, ഇതിനകത്ത് ബ്ലാക്ക് ഏരിയയിൽ. അപ്പോഴാ ബ്ലാക്ക് ഏരിയ മാത്രമായിട്ട് സെലക്ട് ആവും. നമ്മൾ സെലക്ട് ചെയ്യുന്ന അവിടെ മാത്രം ആ ബ്ലാക്ക് ഏരിയ മാത്രമായിട്ട് സെലക്ട് ആവും. ഇതിനാണ് നമ്മൾ മാജിക് വാൻഡ് ടൂൾ. അപ്പൊ കളർ ബേസ് സെലക്ഷൻ. ഇനി അടുത്ത് നമുക്ക് വൈറ്റ് ഏരിയ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇത് ക്യാൻസൽ ചെയ്യുന്നു, സെലക്ട് ക്ലിക്ക് ചെയ്യുന്നു, ഡീസെലക്ട് ക്ലിക്ക് ചെയ്യുന്നു, മാജിക് വാൻഡ് ടൂൾ ക്ലിക്ക് ചെയ്യുന്നു, വൈറ്റ് ഏരിയ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ വന്ന് ആ വൈറ്റ് ഏരിയ എവിടെയൊക്കെ വരുന്നു അത് മാത്രം സെലക്ട് ആവും. അങ്ങനെ കളർ ബേസിൽ സെലക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ മാജിക് വാൻഡ് ടൂൾ നമുക്ക് ഇനി അടുത്തത് മോഡിഫൈയിങ് എ സെലക്ഷൻ. വീണ്ടും ഡീസെലക്ട് ചെയ്യാൻ വേണ്ടി ഡീസെലക്ട് ചെയ്യുന്നു, മോഡിഫൈയിങ് എ സെലക്ഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഒരു സെലക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റെക്ടാങ്കിൾ മാർക്കറ്റിലൊക്കെ വെച്ച് റെക്ടാങ്കിൾ ഫോമിലൊക്കെ സെലക്ട് ചെയ്യാൻ ഒരു സെലക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തോട്ട് വേറെ സെലക്ട് നമുക്ക് സെലക്ഷൻ ഏരിയ ആഡ് ചെയ്യാൻ പറ്റും, സബ്ട്രാക്ട് ചെയ്യാൻ പറ്റും, അതേപോലെ ഇന്റർസെക്റ്റും ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ വീണ്ടും ഇതിനകത്ത് റെക്ടാങ്കുലർ ഇവിടെ കൊണ്ടുപോകുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, മെനു വരുന്നു, റെക്ടാങ്കുലർ മാർക്കറ്റ് ടൂൾ യൂസ് ചെയ്യുന്നു. ഞാൻ ഇവിടെ ഇത്രയും ഏരിയ സെലക്ട് ചെയ്തു. ഇനി ഇവിടെ ഞാൻ ആഡ് ടു സെലക്ഷൻ ഓപ്ഷൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. ആഡ് ടു സെലക്ഷൻ. ആഡ് ടു സെലക്ഷൻ നേരെ ഓപ്ഷൻ ബാറിലോട്ട് നോക്കുക. ഇവിടെ ചില ഐക്കോൺസ് ഉണ്ട്. ഇവിടെ നമ്മൾ ആഡ് ടു സെലക്ഷൻ നേരെ ആഡ് ടു സെലക്ഷനിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു ഓവർലാപ്പിംഗ് ഏരിയ ഇത്രയും ഏരിയയും കൂടെ ഞാൻ ആഡ് ചെയ്യാൻ പോവുകയാണ്. നേരത്തെ ഇത്രയും മാത്രം ഉണ്ടായിരുന്നത് കമ്പൈൻ ചെയ്തു. ഇനി ഇതിനകത്ത് വീണ്ടും ഞാൻ ഒരു ഏരിയ ഇപ്പൊ എന്റെ ഷേപ്പ് നോക്കിക്കേ, ഇപ്പൊ എന്റെ ഷേപ്പ് ഇങ്ങനെ ആയിരിക്കുന്നത്. ഇനി ഞാൻ വീണ്ടും ഈ ടൂൾ ബാറിൽ ആഡ് ടു സെലക്ഷൻ ഓപ്ഷൻ ഞാൻ ചൂസ് ചെയ്തു. എന്നിട്ട് ഓവർലാപ്പ് ചെയ്തുകൊണ്ട് ഇത്രയും ഏരിയ കൂടെ ഞാൻ ഓവർലാപ്പ് ചെയ്ത് സെലക്ട് ചെയ്യുകയാണ്. അപ്പൊ അതും കൂടെ ഈ സെലക്ഷനകത്തോട്ട് ആഡ് ചെയ്തു. ഇനി വീണ്ടും ഒന്നും കൂടെ കാണിക്കാനാണെങ്കിൽ വീണ്ടും ആഡ് ടു സെലക്ഷനിൽ പോയി ക്ലിക്ക് ചെയ്തു. ഇത്രയും ഏരിയയും കൂടെ ഞാൻ ഓപ്പൺ ആയിട്ട് ആഡ് ചെയ്യാണ്. അപ്പൊ അങ്ങനെ സെലക്ഷനിൽ നമുക്ക് ഏരിയാസ് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഏരിയ ആഡ് ചെയ്തു. ഇനി ഇത് നമുക്ക് സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യാം. അതിനു വേണ്ടി നമുക്ക് സബ്ട്രാക്ട് ഫ്രം സെലക്ഷൻ ഓപ്ഷൻ യൂസ് ചെയ്യാം. ഞാൻ വീണ്ടും ഇപ്പം ഇത് ആഡ് ടു സെലക്ഷൻ, അടുത്ത സബ്ട്രാക്ട് ഫ്രം സെലക്ഷൻ. ഞാൻ ഒരു ഓവർലാപ്പിംഗ് ഏരിയ ചൂസ് ചെയ്തു. ആ ഏരിയ കുറഞ്ഞു.
വീണ്ടും ഒന്നും കൂടെ കാണിക്കാനാണെങ്കിൽ സബ്ട്രാക്ട് ഇതിൽ പോയി ക്ലിക്ക് ചെയ്തു, ഇവിടെ ആ ഏരിയ ഞാൻ യൂസ് ചെയ്തു, അത്ര ഏരിയ മാത്രം കുറയും. വീണ്ടും ഒന്നും കൂടെ കാണിക്കാനാണെങ്കിൽ നേരെ ടൂൾ ഓപ്ഷനിൽ സബ്ട്രാക്ട് ഫ്രം സെലക്ഷനിലോട്ട് പോയി ഇങ്ങോട്ട് വന്നു, നേരെ ഇങ്ങോട്ട് ചൂസ് ചെയ്തു, അത്ര ഏരിയ കുറയും. വീണ്ടും ഇത്ര ഏരിയ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും സബ്ട്രാക്ഷനിലോട്ട് പോയി ഇത്രയും ചൂസ് ചെയ്തു, അത്രയും കട്ടായി. ഇനി ഇതിനകത്ത് ഒരു ഓപ്ഷൻ കൂടെ ഉള്ളത് ഇന്റർസെക്ഷൻ, കോമൺ ഏരിയാസ്. ഈ കോമൺ ഏരിയാസ് വരാൻ വേണ്ടിയാണ് നമ്മൾ ഇന്റർസെക്ഷൻ യൂസ് ചെയ്യുന്നത്. നേരെ മൗസ് പോയിന്റർ മൂവ് ചെയ്തു, ടൂൾ ബാറിൽ കൊണ്ടുപോയി അതില് ഇന്റർസെക്ഷൻ, കോമൺ ആയിട്ടുള്ള ഏരിയ മാത്രമേ വരൂ. വീണ്ടും ഇന്റർസെക്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു, ഇത്ര ഏരിയ ചൂസ് ചെയ്തു, ആ കോമൺ ഏരിയ മാത്രം വരും. വീണ്ടും ഒന്നും കൂടെ വലുതായിട്ട് കാണിക്കണമെങ്കിൽ ഡീസെലക്ട് ചെയ്യാം. ഡീസെലക്ട് ചെയ്തിട്ട് വീണ്ടും ഞാൻ റെക്ടാംഗിൾ മാർക്ക് ടൂളിൽ ക്ലിക്ക് ചെയ്യുന്നു, ഒരു വലിയ ഏരിയ സെലക്ട് ചെയ്തു, നേരെ ഇന്റർസെക്ഷൻ ഓപ്ഷൻ ചൂസ് ചെയ്തു, ഇവിടെ അടുത്തൊരു ഏരിയ ചൂസ് ചെയ്തു. ഇനി ഇപ്പൊ നമ്മൾ ഇന്റർസെക്ഷൻ ആണ് ചെയ്യാൻ പോകുന്നത്, അപ്പൊ ഇന്റർസെക്ഷൻ ഏരിയ മാത്രം വരും. വീണ്ടും ഒന്നും കൂടെ ക്ലിയർ ആക്കാൻ വേണ്ടി വീണ്ടും ഇന്റർസെക്ഷനിൽ ക്ലിക്ക് ചെയ്തു, ഇന്റർസെക്ഷനിൽ ക്ലിക്ക് ചെയ്തു, അടുത്തൊരു ഏരിയ നമ്മൾ ചൂസ് ചെയ്തു, ആ കോമൺ ഇന്റർസെക്ഷൻ പോയിന്റ്. അപ്പോൾ ആഡ് ടു ഓപ്ഷൻ, ആഡ് ടു സെലക്ഷൻ വെച്ച് നമുക്ക് സെലക്ഷൻ ആഡ് ചെയ്യാൻ പറ്റും. സബ്ട്രാക്ട് ടു സെലക്ഷൻ വെച്ച് നമുക്ക് സെലക്ഷന്റെ ഏരിയ കുറയ്ക്കാൻ പറ്റും. അതേസമയം ഇന്റഗ്രേഷൻ ഓപ്ഷൻ വെച്ച് നമുക്ക് കോമൺ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള പോർഷൻ മാത്രം എടുക്കാം. ഇത്രയാണ് ഇന്നത്തെ. വീണ്ടും ഡീസെലക്ട് ചെയ്യാൻ വേണ്ടി സെലക്ട്, ഡീസെലക്ട്. ഈ ഫയൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി ഫയല് ക്ലോസ്, സേവ് ചെയ്യണമെന്ന് ചോദിക്കും, നമ്മൾ